ഇന്ത്യയിലെ തുടക്കം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിൻ്റെ കീഴിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പവേഴ്സ് ഇൻവോക്ക് ചെയ്ത് ഈ കരിമണലുള്ള മേഖലയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി, അതായത് കരിമണൽ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പറ്റത്തുള്ളൂ. കരിമണൽ എടുക്കണമെങ്കിലോ മൈൻ ചെയ്യണമെങ്കിലോ മാറ്റണമെങ്കിലോ ഒക്കെ കേന്ദ്ര സർക്കാരിന് പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവർക്ക് കിട്ടാത്തതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഈ ദുരന്ത നിവാരണത്തിൻ്റെ പേരിൽ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ എടുക്കുകയും അത് അതിൻ്റെ ബേസ് ചെയ്ത് ദുരന്തം വരരുതല്ലോ, വെള്ളം വന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവരുത്, അതുകൊണ്ട് പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതായത് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഫസ്റ്റ് പ്രയോറിറ്റി മൺസൂൺ വെള്ളം വന്ന് ആളുകൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ളതല്ല, വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് മണ്ണെടുക്കാൻ പറയാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വൈ ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ സാൻഡ്, എന്തിനാണ് അവർക്ക് ഇത്ര വെപ്രാളം? മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എടുക്കാനാണ് പറയുന്നത്, അല്ലാണ്ട് വെള്ളം പോകണം എന്നുള്ളതല്ല. സോ അവരുടെ കൺസേണും അവരുടെ പ്രയോറിറ്റിയും അവരുടെ ഇൻറ്റൻഷനും തോട്ടപ്പള്ളി സ്പിൽവേയിൻ്റെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കരിമണൽ എടുക്കുക എന്നുള്ള ഇത്. അതായത് മുഖ്യമന്ത്രിയുടെ ആ ഭാഗത്ത് നിന്ന് ബോൾ പാസ് ചെയ്ത് കിട്ടി, ഇദ്ദേഹം അത് ബ്യൂട്ടിഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് മണ്ണെടുക്കാൻ. അപ്പോൾ ഇതാണ് ഇവരുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോവുമല്ലോ, അപ്പം ഞാനിത് പറയുന്നത് കണക്ട് ചെയ്ത് പറയുന്നത്, വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോകുമെന്നതുകൊണ്ട് മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് മണ്ണെടുക്കാൻ പറയുന്നവർ അവരായിട്ട് വെള്ളം തുറന്നു വിട്ട് മണ്ണ് കളയില്ലല്ലോ, അപ്പം അതിനു വേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു 2018. ഇവരുടെ അന്നത്തെ 2018 കൺസേൺ 2019 കൺസേൺ ഈ മണ്ണാണ്. അതല്ലെങ്കിൽ എന്തിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ മണ്ണെടുക്കണ കാര്യത്തിൽ വെപ്രാളപ്പെടണം, വേവലാതിപ്പെടണം? മണ്ണ് അവരുടെ കൺസേൺ അല്ലല്ലോ. അവർ വെള്ളം കടലിൽ ഒഴുക്കിയാൽ പോരെ, അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ പോരെ. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാത്യു കുഴൽനാടൻ എന്ന മൂവാറ്റുപുഴ MLA ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിറുകിൽ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പരിവാര മന്ത്രിമാർക്കും ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിലുള്ള നടുക്കുന്ന ശബ്ദരേഖയുമായാണ് മാത്യു കുഴൽനാടൻ ഇന്നലെ മാധ്യമ സമ്മേളനം നടത്തിയത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ മന്ത്രിയായ കൃഷ്ണൻകുട്ടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും നടുക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതായത് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും കരിമണൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടി 300 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി കൃത്രിമമായി പ്രളയം സൃഷ്ടിച്ചു എന്ന തരത്തിൽ തന്നെയുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നലെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് ഈ പ്രസ്താവനയെ പുച്ഛിച്ചു തള്ളുകയുണ്ടായി. ഇടതുപക്ഷം ഒന്നടങ്കം തന്നെ മാത്യു കുഴൽനാടന്റെ പ്രസ്താവനകൾ ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞ നേരത്തെ ഉയർന്ന ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് താൻ ഈ നിർണായകമായ മുഹൂർത്തത്തിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് തനിക്കെതിരെ കേസ് എടുക്കാൻ സാധിക്കാത്തത് എന്നുകൂടി അഭിഭാഷകനായ മാത്യു കുഴൽനാടൻ തുറന്നു ചോദിക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ നിരുത്തരവാദിത്തപരമായി ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർത്തിയാൽ അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഒരു അഭിഭാഷകൻ കൂടിയായ തനിക്കറിയാം. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടിനെ കുറിച്ചും അഴിമതിയെക്കുറിച്ചും ജലവിഭവ മന്ത്രിയായ മാത്യു ടി തോമസിനെ കുറിച്ചും എൻ കൃഷ്ണൻകുട്ടി നടത്തിയ പരാമർശങ്ങളെ കുറിച്ചുമെല്ലാം തനിക്കെതിരെ ധൈര്യമുണ്ടെങ്കിൽ നട്ടിലുണ്ടെങ്കിൽ കേസെടുക്കട്ടെ എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ തുറന്നടിച്ചത്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മൈനിങ് നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് തന്നെയാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ കരിമണൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത് എന്നുള്ളതിന്റെ കൃത്യമായ രേഖകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും മാത്യു ടി തോമസിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുന്നത്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു ഗുരുതരമായ ആരോപണങ്ങൾ വെറുതെ കെട്ടിച്ചമച്ച് പുറത്തുവിടാൻ തനിക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് കൂടി മാത്യു കുഴൽനാടൻ തുറന്നു ചോദിക്കുന്നു.
ഒരു അഭിഭാഷകൻ കൂടിയായ തനിക്കറിയാം ഇത്തരത്തിൽ AI നിർമ്മിതമായ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദരേഖ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്. അങ്ങനെയെങ്കിൽ താൻ പുറത്തുവിട്ട ശബ്ദരേഖയും താൻ പുറത്തുവിട്ട ഈ രേഖകളുമെല്ലാം കൃത്രിമമാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നുകൂടി മാത്യു കുഴൽനാടൻ തുറന്നടിക്കുന്നു. മുഖ്യമന്ത്രി എവിടെയെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ മൈക്കൊന്ന് ഹൗൾ ചെയ്താൽ പോലും മൈക്ക് സെറ്റുകാരനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്ന മൈക്ക് സെറ്റ് കസ്റ്റഡിയിലെടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്ന മാത്യു കുഴൽനാടനെതിരെ ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറാകാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നു. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തി സ്വപ്ന സുരേഷ് എന്ന കോൺസുലേറ്റ് ജോലിക്കാരി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി അവർക്കെതിരെ പോലും ഒരു കേരളത്തിൽ ഒരു കോടതിയിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു പെറ്റി കേസ് പോലും എടുത്തില്ല എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും അല്ലെങ്കിൽ ഇടതുപക്ഷവും പെടും എന്ന് തോന്നിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി വായി തുറക്കില്ല, കേസ് കൊടുക്കില്ല. തനിക്കെതിരെ ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും കേസ് കൊടുക്കട്ടെ. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നടന്നെടുക്കുന്ന ഈ നിമിഷത്തിൽ താൻ വെളിപ്പെടുത്തിയ ഈ ആരോപണങ്ങൾ AI നിർമ്മിതമാണ് എന്നുണ്ടെങ്കിൽ കൃത്രിമമാണെന്നുണ്ടെങ്കിൽ തനിക്കെതിരെ കേസെടുക്കാൻ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മുൻ ജലവിഭവ മന്ത്രിയായ മാത്യു ടി തോമസിനെയും വെല്ലുവിളിക്കുകയുണ്ടായി. എന്തായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് നടക്കാനിരിക്കുന്ന ജനം ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ കൂടി മനസ്സിൽ വെച്ചിട്ടായിരിക്കും വിധി എഴുതുക എന്നുകൂടി മാത്യു കുഴൽനാടൻ പറയുന്നു. ഇത് കേവലം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സ്റ്റണ്ടല്ല. കൃത്യമായി അന്വേഷിക്കട്ടെ, ജനങ്ങൾ കൃത്യമായി വിലയിരുത്തട്ടെ. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നതിന് വേണ്ടി കേരളത്തെ പ്രളയത്തിൽ മുക്കിക്കൊന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർശ്വവൃത്തികളും ചേർന്ന് കേരളത്തെ നശിപ്പിക്കാനെടുത്ത തീരുമാനം ജനം അറിയട്ടെ എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. കൃത്യമായ രേഖകൾ കൂടി മാത്യു കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു. മാത്യു കുഴൽനാടൻ നടത്തിയ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ആധികാരികമായി നിഷേധിക്കുന്ന കണ്ടില്ല. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ഇപ്പം മാത്യു ടി തോമസിൻ്റെ ഒരു ഫേസ്ബുക്ക് ഇത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം പൊതുവെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ മണലിന് ഖനനത്തിന് അനുമതി കൊടുക്കുന്നത് വ്യവസായ വകുപ്പാണ്. കടലാസ് വ്യവസായ വകുപ്പാണ് എന്നല്ലേ അദ്ദേഹത്തിന് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ഇതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ ഹോൾ പ്രോസസ്സിൽ ഈ സംഭവങ്ങളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്ന് നോക്കണം. എന്തായിരുന്നു ലക്ഷ്യം? അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി എന്താണ്? വാട്ടർ റെഗുലേഷനാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വരികിൽ വെള്ളം എളുപ്പത്തിൽ ഒഴുകി കടലിലെത്തിക്കാൻ പറ്റുന്ന നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിൻ്റെ കീഴിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പവേഴ്സ് ഇൻവോക്ക് ചെയ്ത് ഈ കരിമണലുള്ള മേഖലയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി, അതായത് കരിമണൽ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പറ്റത്തുള്ളൂ. കരിമണൽ എടുക്കണമെങ്കിലോ മൈൻ ചെയ്യണമെങ്കിലോ മാറ്റണമെങ്കിലോ കേന്ദ്ര സർക്കാരിന് പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവർക്ക് കിട്ടാത്തതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈ ദുരന്ത നിവാരണത്തിൻ്റെ പേരിൽ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ എടുക്കുകയും അതിൻ്റെ ബേസ് ചെയ്ത് ദുരന്തം വരരുതല്ലോ, വെള്ളപ്പൊക്കം ഉണ്ടാവരുത്, അതുകൊണ്ട് പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ 31/5/2019 വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഓർഡറാണ്. ഈ ഓർഡറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് ചെയർ ചെയ്ത ഒരു മീറ്റിങ്ങിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാക്കി വെള്ളപ്പൊക്കം വന്നാൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഓർഡർ തുടങ്ങുന്ന ഒരു ലൈൻ ഞാൻ വായിക്കാം. The accumulation of sand in Thottapalli spillway in Alappuzha district has affected the free flow of flood water to the sea, risking the Kuttanad area by flooding during the impending monsoon season 2018 witnessed severe flooding area. അപ്പോൾ 2018 പ്രളയത്തിന് ശേഷം അദ്ദേഹം ഇറക്കുന്ന ഒരു ഓർഡറിൻ്റെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ MS സ്വാമിനാഥൻ കമ്മീഷൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പ്രളയം വന്നാൽ കുട്ടനാട് ഏരിയ റിസ്കിലാവും എന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യണമെന്നും പറഞ്ഞ് 2019 അദ്ദേഹം ഇറക്കുന്ന ഒരു ഓർഡറിൻ്റെ ഡീറ്റെയിൽ ആണിത്.
അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിട്ട് ടുവേഴ്സ് ദ എൻഡ് അപ്പോൾ എന്ത് പറയണം, എത്രയും പെട്ടെന്ന് മാറ്റി വെള്ളം ഫ്രീ ആയിട്ട് പോകണ്ടേ എന്നല്ലേ പറയണ്ടേ. അപ്പോൾ അതിൻ്റെ അകത്ത് ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ഞാൻ വായിക്കാം. ഇതെല്ലാം പറഞ്ഞിട്ട് അതിന് റേറ്റ് എല്ലാം അവർ പറഞ്ഞ പോലെ ഫിക്സ് ചെയ്തു, മണ്ണെടുക്കാനുള്ള റേറ്റ് എല്ലാം തീരുമാനിച്ചു, റേറ്റ് അവർ പറഞ്ഞ റേറ്റിന് മണ്ണ് കൊടുത്തു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നിന്നിട്ട് ദ ചീഫ് എഞ്ചിനീയർ ഈസ് ഡയറക്റ്റഡ് ടു ടേക്ക് അർജന്റ് ആക്ഷൻ ടു എക്സിക്യൂട്ട് നെസസറി എഗ്രിമെന്റ് വിത്ത് ദ PSU മെൻഷൻഡ് above and move forward to avoid the loss of sand during the impending monsoon so as to allow free flow of water through the Polymouth. അതായത് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഫസ്റ്റ് പ്രയോറിറ്റി മൺസൂൺ വെള്ളം വന്ന് ആളുകൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ളതല്ല, വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് മണ്ണെടുക്കാൻ പറയാം. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വൈ ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ സാൻഡ്, എന്തിനാണ് അവർക്ക് ഇത്ര വെപ്രാളം? അതായത് നിങ്ങൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. The chief engineer is directed to take urgent action to execute necessary agreement with the PSU mentioned above and move forward to avoid the loss of sand during the impending monsoon. അതായത് കഴിഞ്ഞ തവണത്തെ അനുഭവം ഉണ്ടായിട്ടും അതായത് പിന്നീട് അവർ ചെയ്യുന്നത് മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എടുക്കാനാണ് പറയുന്നത്, അല്ലാണ്ട് വെള്ളം പോകണം എന്നുള്ളതല്ല. സോ അവരുടെ കൺസേണും അവരുടെ പ്രയോറിറ്റിയും അവരുടെ ഇൻറ്റൻഷനും തോട്ടപ്പള്ളി സ്പിൽവേയിൻ്റെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കരിമണൽ എടുക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ട് അതിനുള്ള പവർ അദ്ദേഹം പറഞ്ഞ് ശരിയാ, അദ്ദേഹത്തിന് റൈറ്റില്ല, മൈനിങ് നടത്താനുള്ള റൈറ്റില്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ബോൾ പാസ് ചെയ്ത്, അതായത് മുഖ്യമന്ത്രിയുടെ ആ ഭാഗത്ത് നിന്ന് ബോൾ പാസ് ചെയ്ത് കിട്ടി, ഇദ്ദേഹം അത് ബ്യൂട്ടിഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് മണ്ണെടുക്കാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോവുമല്ലോ. അപ്പം ഞാനിത് പറയുന്നത് കണക്ട് ചെയ്ത് പറയുന്നത്, വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോകുമെന്നതുകൊണ്ട് മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് മണ്ണെടുക്കാൻ പറയുന്നവർ അവരായിട്ട് വെള്ളം തുറന്നു വിട്ട് മണ്ണ് കളയില്ലല്ലോ, അപ്പോൾ അതിനു വേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു 2018. ഇവരുടെ അന്നത്തെ 2018ലെയും കൺസേൺ 2019ലെയും കൺസേൺ ഈ മണ്ണാണ്. അതല്ലെങ്കിൽ എന്തിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ മണ്ണെടുക്കണ കാര്യത്തിൽ വെപ്രാളപ്പെടണം, വേവലാതിപ്പെടണം? മണ്ണ് അവരുടെ കൺസേൺ അല്ലല്ലോ. അവർ വെള്ളം കടലിൽ ഒഴുക്കിയാൽ പോരെ, അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ പോരെ. ആ ലൈൻ വളരെ ക്ലിയർ ആണ്. മെൻഷൻഡ് അബൌവ് മൂവ് ഫോർവേഡ് ടു അവോയ്ഡ് ദ ലോസ് ഓഫ് സാൻഡ് ഡ്യൂറിങ് ദ ഇംപെൻഡിങ് മൺസൂൺ. വെള്ളം ഇവർ കെട്ടിവെച്ചാലും മഴ വരുമ്പോൾ പോവും. അപ്പോൾ ഒഴുക്കി വിടേണ്ട വെള്ളം അവർ ഒഴുക്കി വിടത്തില്ല, അവർക്ക് വെക്കാം. പക്ഷേ മോളിൽ നിന്ന് പറയാം, ആ മഴ പെയ്ത് വെള്ളം പോണതിന് മുമ്പ്, മഴ പെയ്ത് മണ്ണ് പോണതിന് മുമ്പ് എടുത്തോളം പറയാണ്. സോ ഇറ്റ് ഈസ് സോ ക്ലിയർ, സോ അപ്പാരൻറ്റ്. ഇത് നാളുകളായി ഇത് നാട്ടിൽ നടക്കുന്ന കൊള്ളയാണ്. അതിൻ്റെ പേരിൽ കേരളം സഫർ ചെയ്താണ്, നോ ഡൗട്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല മൈനിങ് ആൻഡ് ജിയോളജിയാണ്. അത് സാങ്കേതികമായി പറയുമ്പോൾ ശരിയാണ്. മൈനിങ് നടത്താൻ, മണ്ണെടുക്കാൻ അനുമതി കൊടുക്കാൻ കഴിയുന്നത് മൈനിങ് ആൻഡ് ജിയോളജിക്ക് അല്ലെങ്കിൽ വ്യവസായ വകുപ്പിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനാണെങ്കിലും ചെയ്തത് ഇദ്ദേഹമാണ്. ഈ എഗ്രിമെൻ്റ്, ഈ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഗ്രിമെൻ്റിൻ്റെ പേരിലാണ് അവിടെ നിന്ന് മണ്ണെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അന്നിട്ട് അതിൻ്റെ അകത്ത് അറിഞ്ഞോ അറിയാതെയോ അതിൽ കൃത്യമായിട്ട് വരികയാണ്, മണ്ണ് പോകുന്നതിന് മുമ്പ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇന്ന് കേരളത്തിൽ ഈ BJP CPM ഡീൽ എത്ര ഡീപ്പാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വട്ടം നമ്മുടെ സുരേഷ് ഗോപി വലിയ അവകാശവാദത്തിൽ ഇന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയോട് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻറ്റിമേഷൻ പറഞ്ഞതാണെന്ന്. അതായത് വലിയ മഴ പെയ്യാൻ പോവാണ്, നടപടി എടുക്കണം, അല്ലെങ്കിൽ ഇത് മെയിൽ അയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് മെയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അയച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഈ സംഭവം നടന്ന് ഇത്രയും അന്നത്തെ കാര്യം അന്ന് പറഞ്ഞ ആളുകളെ നിങ്ങൾ ഓരോരുത്തരും റിവ്യൂ ചെയ്യണം. ഇന്ന് മന്ത്രിയായിട്ട് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഇതിലിരിക്കുന്ന സുരേഷ് ഗോപി പോലും ഈ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന അദ്ദേഹം പോലും മൗനം പാലിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് CPMനെ സഹായിക്കാൻ ഈ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി വരുമെന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് എന്നെ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം.